അസ്സലാമലൈക്കും. എന്തൊക്കെ ഹിബ? വലൈക്കും അസ്സലാം വബറകാതുഹു. മനു എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ കുറേ ആയല്ലോ കണ്ടിട്ട്. എന്താ ഒരു വിഷമം പോലെ? മനുപ്പോൾ ജോലിക്കൊന്നും പോകുന്നില്ലേ? ഗ്യാസിൻ്റെ പ്രോബ്ലം ആയതുകൊണ്ടാണോ? ക്യാഷ് വേണോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഹോട്ടൽ പൂട്ടിയിട്ട് 2 ആഴ്ചയായി. ജോലിയൊന്നുമില്ല. ഗ്യാസിൻ്റെ പ്രശ്നം കൊണ്ട് എന്താ ചെയ്യാന്നറിയില്ല. നല്ല ടെൻഷൻ ഉണ്ട്. അങ്ങനെയൊക്കെയല്ല. നീ എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ട് വീട്ടിൽ വാ കേട്ടോ. ഞാൻ വീട്ടിലുണ്ടാവും, സംസാരിക്കാം. ഉപ്പാക്ക് മരുന്ന് വാങ്ങണ്ടൊക്കെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ടുള്ള ടെൻഷനാണ്. ഞാൻ വരാട്ടോ ഇൻഷാ അല്ലാ. വലൈക്കും അസ്സലാം. ഞാൻ അങ്ങാടിക്ക് പോവാണ്. അനക്ക് ഇങ്ങനെ കളിച്ചിരുന്നാ മതിയല്ലോ. എന്താ നോക്കണ്ടല്ലോ. എനിക്കാണെങ്കിൽ പണിയില്ലാത്ത ടെൻഷനിലാണ്. നിങ്ങളൊക്കെ പോയിക്കോളിയും കുട്ടികളെ. ഈ വീട്ടിൽ പോയി കടന്നോ. എന്താക്കും ഇങ്ങനെ ടെൻഷനായി കുത്തേക്കണേ? ഒന്നുമല്ല ബാവ, പണിയില്ലാതായിട്ട് ഇപ്പൊ 2 ആഴ്ച ആയില്ലേ. എന്താ ചെയ്യാന്നറിയില്ല. കറണ്ട് ബില്ല് അടക്കണം, ഉപ്പാക്ക് മരുന്ന് വാങ്ങണം, ഒന്നിനും പൈസ ഇല്ല. ഈ യുദ്ധം തുടങ്ങിയിട്ട് ആകെ ബുദ്ധിമുട്ടാണ്. മുതലാളി പറയണിപ്പോ 2 മാസമാവും ഇനി കട തുറക്കാൻ. ആകെ ബുദ്ധിമുട്ടാവും. എന്താ ചെയ്യാ അറിയില്ല. അതിന്റെ ഓരോ ടെൻഷനിലാണ്. അതുകൊണ്ടാണ് കാക്കു ഇടക്ക് എന്നോട് ചൂടാണ്. അല്ല ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. എനിക്ക് വിഷമമായി എന്നല്ല ചൂടായപ്പോ. ഇല്ലല്ലോ. ഉപ്പ കിടക്കുക, ഉപ്പാന്റെ മുഖത്തേക്ക് നോക്കാൻ വയ്യ. കുറേ സാധനം മേടിച്ചു കൊടുക്കണ്ടേ. കാക്കുവിന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. എൻ്റെ അടുത്ത് ഇപ്പൊ എടുത്തു വെച്ചല്ലോ പൈസ ഉണ്ടോ? ഒന്നുമില്ല. ഞാൻ പോയിട്ട് വരട്ടെ. മരുന്ന് കൊണ്ടുവരാൻ മറക്കരുത് കേട്ടോ. മരുന്ന് കഴിഞ്ഞിങ്ങനെ പിന്നെ കറണ്ട് ബില്ലും വന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ശരിയാക്കട്ടോ. ഇൻഷാ അല്ലാ. അവിടെ നിക്ക്. എന്താ ബാവാ? ഇത് കാക്കു വെച്ചോളി. പാക്ക് മരുന്നൊക്കെ വാങ്ങാൻ മുമ്പിന് കിട്ടിയ കുറച്ച് പൈസ വരുമ്പോ തിന്നാനും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. അത് വേണ്ട, എൻ്റെ കുട്ടി വെച്ചവിടെ. അല്ലാതെ കാക്കുൻ്റെ അടുത്ത് പൈസ ഇല്ലല്ലോ. ഇത് കുറേ ഉണ്ടല്ലോ. കാക്കുവിൻ്റെ ജോലി ശരിയായാൽ പെട്ടെന്ന് തിരിച്ചു തരാം കേട്ടോ. അപ്പം എൻ്റെ മരുന്ന് വാങ്ങൽ നിർബന്ധമാണ്. അതുകൊണ്ടാണ് കേട്ടോ. ഇത് സന്തോഷമായിട്ടോ. എൻ്റെ കുട്ടി എനിക്ക് പൈസ തന്നല്ലോ. കുട്ടി വന്നോ? കഞ്ഞി കുടിച്ചു. കഞ്ഞി വെച്ചു. എന്തൊക്കെയുണ്ട് വർത്താനം? മരുന്നിട്ട് ഞങ്ങക്ക് മരുന്ന് കൊടുക്കുന്നുപ്പാ. ഹോട്ടലെന്തായി? ഹോട്ടലിന്റെ കാര്യം നാട്ടില്ല. മുതലാളി പറയണിപ്പോ 2 മാസം കഴിയുന്ന. ഗ്യാസ് കിട്ടല്ലോ. എന്താ മരുന്നൊക്കെ കൊടുക്കുന്നു? കുടിക്കല്ലേ? ഇമ്മടുക്ക് പോയി. ഉമ്മ അവിടെ ഉണ്ട്. ഏതായാലും ഇപ്പൊ ഈ യുദ്ധം കൊണ്ട് സാധാരണക്കാരപ്പ കുടുങ്ങിയത്. അതൊന്നും സാരില്ലപ്പാ, എല്ലാം ശരിയാവും. യുദ്ധം കൊണ്ട് എപ്പോഴും സാധാരണക്കാർക്ക് തന്നെ ബുദ്ധിമുട്ട്. ഇപ്പൊ കടന്നോളി, ഞാൻ പുറത്തു പോയിട്ട് വരാം കേട്ടോ.